മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെടുകയും വിഴുങ്ങപ്പെടുകയും ചെയ്യുന്നത് ആരാലാണെന്നും എങ്ങനെയാണെന്നും വേദപുസ്തകത്തോട് ഉത്തരം തേടിയപ്പോൾ ലഭിച്ച ചില ആലോചനകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ കെണി വെച്ചിരിക്കുന്നത് ആരാണ്? നമ്മളെ വീഴ്ത്തുവാനും ഇരകളാക്കുവാനുമുള്ള കെണി വെച്ചിരിക്കുന്നത് ആരാണ്? 1 തിമോഥെയോസ് 3:7 നിന്ന് ഉത്തരം കിട്ടി. നിന്നയിലും പിശാചിന്റെ കെണിയിലും അകപ്പെടാതെ നോക്കുക. കെണി വെച്ചത് ആരാണെന്ന് മനസ്സിലായി. കെണി വെച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ 1 പത്രോസ് 5 ഉത്തരമുണ്ട്. അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ തിരുവചനം സർവ്വ ചോദ്യങ്ങൾക്കും മറുപടി തരുന്ന പുസ്തകമാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റിത്തിരിയുന്നതായി ഒരു അലറുന്ന സിംഹത്തോട് ഉപമിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. കെണിവെച്ച് കാത്തിരിക്കുന്നത് വിഴുങ്ങാനാണെന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിശാച് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ചില മനുഷ്യർ തന്നെ നമ്മെ വിഴുങ്ങിക്കളയാൻ ആഗ്രഹിക്കുന്നു എന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ ചെറിയ ഒരു കൂട്ടം ആളുകളിൽ, ആ 12 പേരിൽ ഒരു യൂദ ഉണ്ടായിരുന്നല്ലോ. ഫെലിസ്ത്യർ ഗത്തിൽ വെച്ച് ദാവീദിനെ പിടിച്ചപ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് 56-ാം സങ്കീർത്തനം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു എന്നാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. 57-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ശൗലിന്റെ ശത്രുതയുടെ ആഴമറിഞ്ഞെഴുതിയ സങ്കീർത്തനമാണ്. അവിടെ ദാവീദ് എഴുതുന്നത് ഇങ്ങനെയാണ്: എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. അപ്പൊ മനുഷ്യരിൽ ചിലരും നമ്മെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൃപയുള്ളത് കൊണ്ടും സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നീളുന്ന ആ കരമുള്ളത് കൊണ്ടും മാത്രമാണ് നാം ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. അത് തന്നെ 124-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്: യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ദുഷ്ടൻ തന്നിലും നീതിമാന്മാരായവരെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നു എന്ന് ഹബക്കൂക്ക് പ്രവചനത്തിലും വാക്യമുണ്ട്. അപ്പൊ ഇരയെ വീഴ്ത്തുകയും വിഴുങ്ങുകയും ചെയ്യുന്നവരിൽ ഒന്നാമത് പിശാചാണെങ്കിലും രണ്ടാമത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ചില മനുഷ്യരെങ്കിലും നാം വീഴുന്നത് കാത്ത് കെണിവെച്ച് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ശേഷമുള്ള ജീവിതത്തിന് നമുക്ക് നല്ലതാണ്. മാത്രമല്ല, കെണിയിൽ വീഴ്ത്തുന്ന വിധം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയുണ്ടായി. 1 തിമോഥെയോസ് 6:9 മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മനുഷ്യരെ ഇരയാക്കി തീർക്കുന്നതിൽ പിശാചിന്റെ ആവനാഴിയിലെ ആദ്യത്തെ ആയുധമാണ് മോഹം. മോഷ്ടാവ് ധനമോഹത്തിൻ്റെയും വ്യഭിചാരി ജഡമോഹത്തിൻ്റെയും, യൂദയുടെ ലേഖനം 18-ാം വാക്യം അനുസരിച്ച് പരിഹാസി ഭക്തികെട്ട മോഹത്തിൻ്റെയും ഇരയാണ്. ഈ മോഹം രൂപപ്പെടുന്നത് എങ്ങനെയാണ് മോഹം ഉണ്ടാകുന്നത് എന്ന് പരിശോധിച്ചപ്പോൾ റോമർ 17 കൃത്യമായ ഉത്തരമുണ്ട് എന്ന് കണ്ടെത്താനിടയായി. മോഹങ്ങൾ ജനിക്കുമാറ് ഇനി ജഡത്തിനായി ചിന്തിക്കരുത് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ മോഹങ്ങളെ പ്രസവിക്കുന്ന അമ്മ ജഡീക ചിന്തകളാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ചിന്തകളിൽ നിന്നാണ് മോഹം രൂപപ്പെടുന്നത് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ മോഹം എന്നുള്ളത് പൈശാചികമാണെന്നും മോഹം പിശാചിന്റെ ആയുധമാണെന്നും മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു.
മോഹങ്ങളെ പ്രസവിക്കുന്ന അമ്മ ജഡത്തിന്റെ ചിന്തയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. 2 പ്രസവം കൂടെയുണ്ട്. അത് ഒരൊറ്റ വാക്യത്തിൽ നിന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബ് 1:15 ഇങ്ങനെയാണ് വായിക്കുന്നത്: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. Then when lust conceived, it gives birth to sin. And when sin is accomplished, it brings forth death എന്നാണ്. മോഹം ഗർഭം ധരിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ഗർഭം ധരിക്കപ്പെട്ട് മോഹമാകുന്നു. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. 3 പ്രസവങ്ങളിലൂടെ മരണത്തിലേക്കെത്തുന്ന ഭീകരമായ സ്ഥിതിവിശേഷമാണ് ജഡത്തിന്റെ ചിന്തകൾ മോഹങ്ങളാകുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്നത്. മരണത്തിന്റെ അമ്മ പാപവും മരണത്തിന്റെ വലിയമ്മമാരാണ് മോഹവും ജഡത്തിന്റെ ചിന്തകളും. ജഡത്തിന്റെ ചിന്തകളിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വെളിവാകുന്നുണ്ട്. എന്താണ്? നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ആദ്യം സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ആ ചിന്തകളും മോഹങ്ങളുമാണ് അവരെ പാപം ചെയ്യിപ്പിക്കുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ ജഡത്തിന്റെ ചിന്തകൾ മോഹങ്ങളാകുകയും അത് പാപമാകുകയും ആ പാപത്തിന്റെ ശമ്പളം മരണമാകുകയും ചെയ്തു. ജഡമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം അവിടെ സംഭവിച്ചു. മത്തായി 7:13 നമ്മൾ വായിക്കുന്നുണ്ട്: നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. അത് തീർച്ചയായും നമ്മുടെ വഴിയല്ല. നമ്മുടെ ചിന്താ മണ്ഡലം സൂക്ഷിക്കപ്പെട്ടാൽ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. യെശയ്യാവ് 30:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നുകൊള്ളുവിൻ എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുന്നു. നമ്മുടെ ചിന്താ മണ്ഡലത്തെ സൂക്ഷിച്ച് വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.